നമസ്കാരം. ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചൽ ഏരൂർ മണലിപ്പച്ചയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്ത നിലയിൽ. മണലിപ്പച്ച ഐഷ മൻസിലിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് നശിപ്പിച്ചത്. കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുകയും സമീപത്തുണ്ടായിരുന്ന ബുള്ളറ്റ് തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെയാണ് സംഭവം നടന്നത്. ബുള്ളറ്റിൽ തീ ആളിപ്പടരുന്നത് കണ്ട് സമീപവാസികളാണ് തീ പടരുന്നത് വീട്ടുകാരെ അറിയിച്ചത്. ഉടൻ തന്നെ വീട്ടുകാർ തീ അണയ്ക്കുകയും ഏരൂർ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ബുള്ളറ്റിലെ തീ ഉടനെ അണച്ചതിനാൽ കാറിലേക്കും വീട്ടിലേക്കും തീ പടർന്ന് വൻ അപകടം ഉണ്ടായില്ല. കാറിന്റെ ചില്ലുകൾ ഇടിച്ചു പൊളിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കാറിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിദേശത്ത് ജോലി ചെയ്യുന്ന ബഷീർ 1 മാസം മുൻപാണ് ലീവിന് നാട്ടിലെത്തിയത്. തങ്ങൾക്ക് ഇതുവരെ ആരും ശത്രുക്കളായി ഉള്ളതായി അറിയില്ലെന്നും ഈ സംഭവം കണ്ടതിന് ശേഷം യാതൊരു സമാധാനവുമില്ല എന്നും ബഷീറിന്റെ ഉമ്മ ഐഷത്ത് ബീവി പറയുന്നു. വീട്ടിലെ കൊച്ചാ വിളിച്ചത്, ജനലി വന്ന് തട്ടിയിട്ട് പറഞ്ഞു താണ്ടെ ബുള്ളറ്റ് കത്തി എരിയുന്നെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ മോനും എല്ലാം കൂടെ ചാടി ഇറങ്ങി വന്ന് വെള്ളം കോരി ഒഴിച്ച് അത് കെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ ഉറങ്ങിയിട്ടുമില്ല, ലക്ഷം കഴിച്ചിട്ടുമില്ല. ഇതുവരെ ഇങ്ങനെ ഇരിക്കുക. ആരാ ചെയ്ത്, എവരാ ചെയ്ത്, നമുക്ക് വൈരാഗ്യങ്ങൾ ആരുണ്ട് ഒന്നും അറിയത്തില്ല. ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബുള്ളറ്റും ബഷീറിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹുണ്ട ഇയോൺ കാറുമാണ് നശിപ്പിക്കപ്പെട്ടത്. ഏരൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സമീപത്തുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. രാത്രി ഒരു 10:30-ക്ക് ശേഷം ഒരു 11 മണിക്കുമാണ് ഈ സംഭവം നടന്നത്. ബുള്ളറ്റിൻ്റെ തീയിടുകയും കാറിൻ്റെ ഗ്ലാസ്സുകൾ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ 10:49 പോലീസിനെ തീയൊക്കെ അണച്ചിട്ട് വിളിച്ചു. അവർ രാത്രി തന്നെ വന്നു അതിൻ്റെ മൊഴിയൊക്കെ എടുത്തു. അപ്പോൾ രാവിലെ വന്ന് മൊഴിയെടുത്ത് ഫോറൻസിക്കാർ വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ. Yes.